ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും പ്രവാചകന്റെയും ശത്രുവാണ്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഹദീസ് ഗ്രന്ഥങ്ങളെന്നും ഞാൻ പലപ്പോഴായിട്ട് ചർച്ച ചെയ്ത വിഷയമാണ്. ആ വിഷയവുമായി കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെ കേൾപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ആരാധനാ കർമ്മങ്ങളോ മറ്റു കാര്യങ്ങളോ എന്ന് ചർച്ചയ്ക്ക് വെക്കുന്നില്ല. പ്രവാചകന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ അടിമത്തത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഉത്തമമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നു പ്രവാചകന്റെ ദൗത്യം. അവിടെ പ്രവാചകൻ മാറി നിന്നുകൊണ്ടാണ് പലതും സംസാരിക്കാറുള്ളത്. പുറത്ത് ആലിമ്രാനിൽ ഒരു ആയത്തിലുണ്ട്, മാക്കാനലി ബഷരിൻ, ഒരു മനുഷ്യനും പാടില്ല, അയ്യുഅ്തിയഹുല്ലാഹു, അള്ളാഹു അയാൾക്ക് നൽകുക, അൽ കിതാബ വൽ ഹിക്മത, വേദവും നീതിയും ഒരു മനുഷ്യൻ അള്ളാഹു കൊടുത്തു, വൻ നുബുവത, പ്രവാചകത്വവും കൊടുത്തു. എന്നിട്ട് സുമ്മ യഖൂലു ലിന്നാസി, എന്നിട്ട് ജനങ്ങളോട് ആ മനുഷ്യന് പറയാൻ പാടില്ല, കൂനു ഇബാദൻ ലി മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ എന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാവുക എന്ന് പറയാൻ പാടില്ല. അതാണ് പ്രവാചകന്മാര് ജനങ്ങളെ സ്വതന്ത്രമാക്കുകയാണ് ചെയ്യണമെന്ന് ഞാൻ പറയണം. ലോകത്ത് വന്ന ദൂതന്മാരൊക്കെ ജനങ്ങളുടെ അവരെ സ്വതന്ത്രരാക്കി വിടുക. ഒരാൾക്കും ഒരു വ്യവസ്ഥിതിക്കും ദൈവത്തിന്റെ അള്ളാഹുവിന്റെ വ്യവസ്ഥിതിക്കല്ലാതെ ഒരു വ്യക്തിക്കോ ഒരു പ്രത്യയ ശാസ്ത്രത്തിനോ അവരടിമകളാകരുത്. ആ അടിമത്തത്തിൽ നിന്ന് മുക്തമാക്കുക. അതാണല്ലോ ഞാൻ തന്നെ നിങ്ങളോട് എപ്പോഴും പറയുമ്പോൾ പറയാറുണ്ട്, ഇത് ഖുർആനിന്റെ അഭിപ്രായമാണ്, എന്റെ അഭിപ്രായമല്ല. അതാണ് നിങ്ങൾ എന്റെ യജമാനന്മാരാണ് സത്യത്തില്, അല്ലാതെ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കേണ്ട ആളുകളല്ല. ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ മാർഗം പിന്തുടരാനേ നമുക്ക് അവകാശമുള്ളൂ. അള്ളാഹു നിയോഗിച്ച ലോകത്ത് വന്ന പ്രവാചകന്മാരെ കുറിച്ച് മൊത്തത്തിലാണ് പറയുന്നത്. മാക്കാനലി ബഷറിൻ, ഒരു മനുഷ്യനും പാടില്ല, ഒരു മനുഷ്യനും പാടില്ല, അയ്യുഅ്തിയഹുല്ലാഹു, അള്ളാഹു അയാൾക്ക് നൽകുക, അൽ കിതാബ വൽ ഹിക്മത, വേദവും നീതിയും അയാൾക്ക് കൊടുക്കുകയും തത്വജ്ഞാനവും അയാൾക്ക് കൊടുക്കുകയും വൻ നുബുവത, പ്രവാചകത്വം അയാൾക്ക് കൊടുക്കുകയും സുമ്മ യഖൂലു ലിന്നാസി, എന്നിട്ട് ജനങ്ങളോട് അയാൾ പറയാൻ പാടില്ല, എന്ത് കൂനു, ജനങ്ങളെ നിങ്ങൾ ആയിത്തീരുക, ഇബാദല്ലി, ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന എന്റെ അടിയാറുകളായിത്തീരുക നിങ്ങൾ എന്ന് ഒരു ദൂതനും ഒരു ജനതയോടും പറയാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അതാണ് സ്വതന്ത്രരാക്കി ജനങ്ങളെ വിടുക എന്നുള്ളതാണ്. ഇന്ന് സംഘടനകൾ അങ്ങനെയല്ല. സമൂഹത്തെ മുഴുവൻ അടിമകളാക്കി വെച്ച് അവര് അയക്കുന്ന സർക്കുലറുകളും അവർ നിശ്ചയിക്കുന്ന മാർഗനിർദ്ദേശങ്ങളിലൂടെയും മാത്രമേ സഞ്ചരിക്കാൻ പാടൂ എന്ന ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു അടിമത്തത്തിലേക്കാണ് ഇന്ന് പല സംഘടനകളും മനുഷ്യരെ, വിശ്വാസികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹജ്ജിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, ഫൽ യതവഫു ബിൽ ബൈത്തിൽ അതീഖ്. അതീഖ് എന്ന് പറഞ്ഞാൽ ഇത്തുക്ക് ചൊല്ലി വിടുക എന്ന് പറഞ്ഞാല് ഭാര്യമാരെയൊക്കെ മോചിപ്പിച്ച് വിടുക എന്നാണ് അതിന്റെ അർത്ഥം. ഇത്തുക്ക് ചെല്ലിയാന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇത്തുക്ക് ചെല്ലിയാണ്, അവളെ ഞാൻ ഇത്തുക്ക് ചെല്ലിയാണ്, മോചിപ്പിച്ചു വിട്ടു. അതാണ് അതീഖ്. ഹൗസ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന്റെ ഭവനം, അത് പ്രത്യയശാസ്ത്രം, അതാണ് ഈ ഖുർആൻ. അതിന്റെ ഫൽയത്തവഫു, അതിന്റെ വലയമായി നിങ്ങളായി മാറണമെന്ന. താഫയത്തവഫു എന്ന് പറഞ്ഞാൽ നമ്മൾ വലയം ചെയ്യാം, ഇത്തവഫ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ വലയമായി മാറുക. അപ്പൊ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഹൗസ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യം നൽകുന്ന ഈ വ്യവസ്ഥിതിയുടെ സംരക്ഷകരായിട്ട് ഇതിന്റെ ചുറ്റുമതിലായി നിങ്ങൾ മാറണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞ ഫൽ യതവഫു, അവർ ചുറ്റുമതിലുകളായി തീരട്ടെ. എന്തിന്റെ? ബിൽ ബൈത്തിൽ അതീഖ്, ഈ ജനങ്ങൾക്ക് മോചനം കൊടുക്കുന്ന ഈ അൽബൈത്തിന്റെ, ഈ വ്യവസ്ഥിതിയുടെ, ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ചുറ്റുമതിലുകളായി അവർ മാറട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഖുർആൻ എന്ന് പറയുന്നത് ജനങ്ങളെ സ്വതന്ത്രരാക്കി അടിമത്തത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും തെറ്റായ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നും മുക്തമാക്കുക എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ലക്ഷ്യം. അല്ലാതെ കേവലം ചില ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ദുആകളോ പഠിപ്പിക്കാനല്ല പ്രവാചകന്മാർ വന്നത്. പ്രാർത്ഥനകൾ കൊണ്ട് പൊറുതിമുട്ടിയ ജനതകളിലേക്കാ പ്രവാചകന്മാർ വരല്. ആരാധനകൾ കൊണ്ട് പൊറുതിമുട്ടിയ ജനതയുടെ അടുത്തേക്കാ പ്രവാചകന്മാർ വരല്. അല്ലാതെ തീരെ ആരാധനയില്ലാത്ത ഒരു ജനതയിലേക്ക് ഒരു നബിയും വന്നിട്ടില്ല. ആരാധനകൾ കൊണ്ടും അന്ധവിശ്വാസങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും പൊറുതിമുട്ടി ഒരു ജനതയെ അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമാക്കുക എന്നതായിരുന്നു ദൂതന്മാരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം അല്ലാതെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അതാത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലെ ശത്രുക്കളായ
നിഷേധികളായ അക്രമികളായ ആളുകൾക്ക് കേവലം ചില ദുആകളോ പ്രാർത്ഥനകളോ ചില അനുഷ്ഠാനങ്ങളോ കിടന്നുറങ്ങുമ്പോൾ ചെല്ലേണ്ട ദുആയോ കക്കൂസിൽ പോകുമ്പോൾ ചെല്ലേണ്ട ദുആയോ പഠിപ്പിക്കാൻ വേണ്ടി വന്നവരല്ല പ്രവാചകന്മാർ. ആ ഒരു സമൂഹത്തെ ഇന്ന് കൊണ്ടുപോയി എവിടെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ കടന്ന് ഒന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ മാറ്റി. അപ്പൊ നമ്മളൊക്കെ നെതുവത്തുൽ മുജാഹിദീൻ ഇവിടെ വന്നപ്പോൾ നമ്മളൊക്കെ സന്തോഷിച്ചു. ഒരു നവോത്ഥാനം ഈ രാജ്യത്ത് നടക്കുമെന്ന് വിചാരിച്ചു. നമ്മൾക്ക് അതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. രാജ്യത്തൊരു നവോത്ഥാനം നടക്കും, ഒരു സമൂഹത്തിന്റെ ഉന്നമനം ഈ രാജ്യത്ത് നടപ്പിലാവും എന്നൊക്കെ നമ്മൾ സന്തോഷിക്കേണ്ട. പക്ഷെ ഇന്ന് ആ പ്രസ്ഥാനം എത്തിപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു സ്വൈരം കൊടുക്കാത്ത ഒരവസ്ഥയിലേക്കാണ്. മൂത്രമൊഴിക്കാൻ സ്വൈരല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിലേക്ക് മേലെ മൂത്രമൊഴിച്ച ജിന്നിന്റെ മേത്ത ദേഹത്ത് തട്ടിയാൽ ആ ജിന്ന് ഇയാളെ ആക്രമിക്കും, ഇയാളെ ഭ്രാന്തനാക്കും എന്ന് പറയുന്നു. ഒരു മനുഷ്യന് തന്റെ നിത്യവൃത്തി നിർവഹിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു അടിമത്തത്തിലേക്ക് ഈ വിശ്വാസം നയിച്ചാൽ പിന്നെ ആ സമൂഹത്തിനെ കുറിച്ച് പിന്നെ എന്ത് പറയാനാണ്? അപ്പൊ ആ രൂപത്തിൽ തകർത്തു കളഞ്ഞു ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പുരോഗതി. നമുക്കൊക്കെ വളരെ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, ആ പ്രസ്ഥാനം ഇവിടെ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന്. ഇന്ന് യാഥാസ്ഥിക വിഭാഗത്തെക്കാൾ വളരെ മോശപ്പെട്ട, വളരെ ദയനീയമായ ഒരു അന്ധവിശ്വാസത്തിലേക്കാണ് അവർ ഈ സമൂഹത്തെ നയിച്ചിട്ടുള്ളത്. വളരെ മോശപ്പെട്ട. ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് മറ്റേ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിനെ മോശാക്കാൻ വേണ്ടി പറയുന്ന വാദങ്ങളാണ് അത് എന്നുള്ളതാണ്. വെള്ളം ഒഴിക്കാൻ പാടില്ല, തേങ്ങടാൻ പാടില്ല, വണ്ടി റിവേഴ്സ് എടുക്കാൻ പാടില്ല, ഒരു വീട് വെക്കാൻ പാടില്ല, ഒരു ജിന്ന് താമസിക്കുന്ന സ്ഥലമാണോ എന്ന് നമുക്കറിയില്ല, ഭാര്യയെ വീട്ടിലാക്കി ധൈര്യത്തിൽ പോകാൻ പറ്റൂല. ഇങ്ങനെ ഒരു തരം ഒരു സ്വൈരമില്ലാത്ത, ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത ഒരു വിശ്വാസ തലത്തിലേക്ക്, ഒരു അന്ധവിശ്വാസ തലത്തിലേക്ക് ഈ സമൂഹത്തെ നയിച്ചു. ഇതൊക്കെ ആരാ ചെയ്തത്? ഇതിന്റെയൊക്കെ മൂല കാരണം ബുഖാരിയാണ്. ബുഖാരിയുടെ ഹദീസുകളാണ് ഇതിന്റെ എല്ലാം മൂല കാരണങ്ങൾ. ഇന്നിപ്പോ നമ്മൾ പലപ്പോഴും പല ക്ലാസ്സുകളിലും നമ്മൾ സൂചിപ്പിച്ചതാണ് ഈ പ്രവാചകന്റെ പേരിലുള്ള ഈ പ്രവാചകനെ നിന്ദിക്കുകയും അവമതിക്കുകയും പേരുകൊണ്ടുള്ള ഈ സിനിമയും അതുപോലെയുള്ള നോവലുകളും കഥകളും ഒക്കെ ഇറങ്ങുമ്പോൾ ഈ ഇറക്കുന്ന ആളുകളല്ല ഇതിന്റെ യഥാർത്ഥ കാരണക്കാർ. ഇതിന്റെ യഥാർത്ഥ കാരണക്കാർ ബുഖാരി, മുസ്ലിം പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാരാണ്, ഹദീസ് രചിച്ച ആളുകളാണ്. നമുക്കൊന്നത് പറയാൻ പോലും പറ്റൂല. ആ രൂപത്തിലാണ് പ്രവാചകനെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഖുർആൻ പറയുന്നത് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ തന്നെ മുഹമ്മദ് നബിയുടെ കൂടെ മുനാഫിക്കുകളുണ്ട്. കൂടെ മുനാഫിക്കുകളുണ്ട്. 3 തരം മുനാഫിക്കുകളെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. 3 തരം മുനാഫിക്കുകളെ. ഒരു തരം മുനാഫിക്കുകൾ നബിക്ക് അറിയാവുന്നവരാണ്, അവരുടെ പക്ഷാതാപം അല്ലാഹു സ്വീകരിക്കും. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്, അവരെ കുറിച്ച് നബിക്ക് അറിയാം. എന്നാൽ വേറൊരു വിഭാഗം മുനാഫിക്കുകൾ നബിയുടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബിയുടെ കൂടെ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പല ആയത്തുകളിലായിട്ട് പറയുന്നുണ്ട്. ലാ തഅലമുഹും, നിനക്ക് അവരെ അറിയില്ല. നഹ്നു നഅലമുഹും, അവരെ എനിക്കേ അറിയുള്ളൂ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അവർ മറദു അലൻ നിഫാഖി, കാപട്യത്തിൽ വേരുറച്ചവരാണ്. അപ്പൊ നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത്തരം മുനാഫിക്കുകളെ കുറിച്ച് നബിക്ക് അറിയില്ല എന്ന് പറയുന്നു. അപ്പൊ മൗലവിക്ക് തന്നെ മൗലയുടെ കൂടെ നടന്നിരുന്ന ചതിയന്മാരും മുനാഫിക്കുകളും ആരെന്ന് അറിയാതെ പോയി. അതാണ് മൗലയ്ക്ക് പറ്റിയ ഒരു മൗലയുടെ ഈ തിരോധാനത്തിന്റെ ഒരു കാരണം. മൗലയുടെ കൂടെ നടക്കുന്ന മുനാഫിക്കുകൾ ആരാണെന്ന് ഖുർആൻ വാണിംഗ് കൊടുത്തതാണ്, നിനക്കറിയില്ല. അതാണ് 3 തരം മുനാഫിക്കുകളെ സൂറത്ത് തൗബയിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒരു തരം മുനാഫിക്കുകളെ നിനക്കറിയില്ല എന്നാ. അപ്പൊ നബിക്ക് വരെ അറിയാത്ത മുനാഫിക്കുകള് അവർ പ്രമുഖരായ സഹാബികൾ വരെ അവരിൽ ഉണ്ടായിരിക്കാം, അറിയില്ലല്ലോ. അപ്പൊ ഞാൻ മുനാഫിക്കാണോ അല്ലേ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അറിയില്ല. അതാ ഞാൻ പറയുന്നത്, പ്രമുഖരായ സഹാബികൾ വരെ അവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. ആ സഹാബികൾ നബി ജീവിച്ചിരിക്കുമ്പോൾ നബിക്കറിയാത്ത ഈ മുനാഫിക്കുകൾ, ഈ കപടന്മാർ 250 കൊല്ലം കഴിഞ്ഞു വന്ന ബുഖാരിക്ക് ഈ കപടന്മാരൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളേത്, അവരിലെ കപടന്മാരാര്, സത്യസന്ധന്മാരെ ആര്, എങ്ങനെ ബുഖാരിക്ക് തിരിച്ചറിയും, നമുക്ക് തിരിച്ചറിയുന്ന നമുക്ക് ചോദിക്കാനുള്ളത്. അതാണ് ഇത്. ഈ ആയത്തുകളൊന്നും വിശുദ്ധ ഖുർആനിൽ വെറുതെ പറയല്ല. 3 തരം മുനാഫിക്കുകളെ ഒമിൻ അഹ്ലിൽ മദീനത്തി മറദു അലൻ നിഫാഖി, മദീനക്കാരിൽ കാപട്യത്തിൽ വേരുറച്ചവരുണ്ട്. ലാ തഅലമുഹും, നിനക്ക് അവരെ അറിയില്ല. നഹ്നു, നാം ആണ് നഅലമുഹും, അവരെ അറിയുന്നവർ എന്ന് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു. അവരെ അള്ളാഹു ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും അവരെ
ഭയങ്കരമായ ശിക്ഷയിലേക്ക് അള്ളാഹു തള്ളിവിടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. അപ്പൊ ഇതാണ്, ഇങ്ങനെ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ പ്രവാചകന്റെ കൂടെ നടക്കുന്ന കപടന്മാരെ കുറിച്ചും ദാമ്പത്യത്തിൽ വേരുറച്ചവരെ കുറിച്ചും നബിക്ക് അറിയില്ല. എന്നിട്ട് എന്താ അവർ പറയുന്നത്? ബയ്യത്തായിഫത്തുന്ന് വൈറല്ലതീ തപ്പോലും, ആ മുനാഫിക്കുകളിൽ ഒരു വിഭാഗം നീ പറയാത്തത് അവർ പുറത്തിറങ്ങി നിന്റെ മേൽ കറ്റുകെട്ടി, ബൈത്ത് കാട്ടുകെട്ടുകയാണ് നിന്റെ മേൽ, വൈറല്ലതീ തപ്പോലും നീ പറയാത്തത്. അപ്പൊ നബി ജീവിച്ചിരിക്കുമ്പോഴുള്ള അവസ്ഥയാണത്. ബയ്യത്തായിഫത്തുന്ന് ഒരു വിഭാഗം ബൈത്ത് കാട്ടുകെട്ടി പാടുന്നു, വൈറല്ലതീ ഒരു സംഗതിയെ തപ്പോലും നീ പറയാത്ത ഒരു സംഗതിയെ. അപ്പൊ പ്രവാചകൻ ആ സമൂഹത്തെ പഠിപ്പിക്കുകയോ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ പ്രവാചകന്റെ പേരിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് യഖൂലൂന താഅത്തുൻ, അവരെ അനുസരിച്ചു എന്ന് നബിയുടെ സദസ്സിലിരുന്ന് പറയും. ഇത് കേട്ടിട്ട് പറയും, നല്ല ഉഷാറായിട്ടുണ്ട്, ഇന്ന് താങ്കൾ പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഞങ്ങൾ അതൊക്കെ അനുസരിക്കാം, അതിനൊക്കെ തയ്യാറാണെന്ന് കൂടെ നിന്നിട്ട് പറയും. വൈദാ ബറസൂ മിൻ ഇന്ദിക, നിന്റെ അടുത്തുനിന്ന് അവർ വെളിയിലേക്ക് പോയാൽ, ഇതൊക്കെ കേട്ട് വൈദാ ബറസൂ മിൻ ഇന്ദിക, നിന്റെ അടുത്തുനിന്ന് വെളിയിലേക്ക് പുറത്തേക്ക് അവർ പോയാൽ, ബയ്യത്തായിഫത്തുൻ വൈറല്ലദീ തഖൂലു, നീ പറയാത്ത ഒന്ന് നിന്റെ മേൽ അവർ കറ്റുകെട്ടി ഒരു ബൈത്താക്കി ഒരു കാവ്യമാക്കി അവർ പാടുകയും പറയുകയും ചെയ്യുകയായി എന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഇവരുടെ ഹദീസിൽ തന്നെ ഉണ്ടത്, മൻ കദിബ അലയ്യ ഫൽ യതബവ്വ മഖഅദഹു മിനന്നാർ എന്ന് ഒരു ഹദീസിലും, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ എന്ന് മറ്റൊരു ഹദീസിലും ഇവരുടെ ബുഖാരി തന്നെ ഉണ്ട്. എന്റെ മേൽ ആരെങ്കിലും കളവ് കെട്ടിച്ചമച്ചാൽ അവൻ നരകത്തിൽ നിന്ന് ഒരു സീറ്റ് അവൻ തയ്യാറാക്കിക്കൊള്ളട്ടെ. അതിന്റെ അർത്ഥം എന്താണ്? നബിയുടെ കൂടെ നബി പറയാത്തത് കറ്റുകെട്ടി പറയാനും അത് പ്രചരിപ്പിക്കാനും അദ്ദേഹത്തിന്റെ പേരിൽ നുണ പ്രചരിപ്പിക്കാനും അദ്ദേഹത്തിന്റെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഹദീസും ഈ വചനവും ഒക്കെ തെളിയിക്കുന്നത്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ, ഇത് ഖുർആൻ തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. പ്രവാചകന്മാർക്കൊക്കെ ലോകത്ത് വന്ന ദൂതന്മാർക്കൊക്കെ അള്ളാഹു കൊടുത്ത ഒരു വേദമല്ലാതെ ലോകത്ത് ആർക്കാ കൊടുത്തിട്ടുള്ളത്? കാനന്നാസു ഉമ്മത്തൻ വാഹിദത്തൻ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുൽ കിതാബാന, അവർക്കൊക്കെ ഒരു അൽ കിതാബെ ഇറക്കി കൊടുത്തിട്ടുള്ളൂ. ഒരു സമൂഹമായി തീർന്ന അന്നു മുതൽ സന്തോഷ വാർത്ത അറിയിക്കാനും മുന്നറിയിപ്പ് കൊടുക്കുന്നവരുമായിട്ട് കൊണ്ട് അള്ളാഹു ദൂതന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. വഅൻസല മഅഹുൽ കിതാബ, അവർക്കൊക്കെ കിതാബും ഇറക്കി കൊടുത്തു. അപ്പൊ അതാണ് ലോകത്ത് വന്ന അമ്പിയാക്കന്മാർക്കൊക്കെ ദൂതന്മാർക്കൊക്കെ ഒരു കിതാബായി ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിശാചുക്കൾ എന്ത് ചെയ്യും? അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പല ആയത്തുകളിലും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ അവരെന്ത് ചെയ്യും? وكذلك جعلنا لكل نبي عدوا شياطين الانس والجن يوحي بعضهم الى بعض زخرف القول غرورا. وكذلك അപ്രകാരം جعلنا لكل نبي, എല്ലാ പ്രവാചകന്മാർക്കും ഞാൻ ആക്കിയിട്ടുണ്ട് അദുവൻ ശത്രുക്കളെ, മിൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി, ജിന്നുകളിൽ നിന്നും ഇൻസുകളിൽ നിന്നും പെട്ട പിശാചുക്കളിൽ നിന്ന് ഓരോ ശത്രുക്കളെ എല്ലാ പ്രവാചകന്മാർക്കും ഞാൻ ആക്കിയിട്ടുണ്ട്. അവരെന്ത് ചെയ്യും? പരസ്പരം ചക്രവാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഈ വ്യവസ്ഥിതിയെ തകർക്കാൻ അവർ കച്ചുകെട്ടി ഉണ്ടാക്കുന്ന ഒന്ന് ലോകത്ത് പ്രവാചകന്മാർക്ക്, എല്ലാ പ്രവാചകന്മാർക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്ത് ഹജ്ജിൽ പറയുന്നുണ്ട്, മാ കാന ലി നബിയ്യിൻ വലാ റസൂലിൻ, ഒരു ദൂതനും ഒരു പ്രവാചകനുമില്ല, ആ യുവതിയഹുല്ലാഹുൽ ഹിക്മത അൽ കിതാബ് വൽ ഹിക്മത, വേദവും നീതിയും ആ പ്രവാചകനും ദൂതനും കൊടുക്കുകയും എന്നിട്ട് സുമ്മ യുൽഖി ശൈത്താനോ, പിന്നീട് പിശാചുക്കൾ ഈ ഉമ്മിയത്തിഹി, ആ ദൂതന്റെ മോഹമുണ്ടാവും. ആ ദൂതൻ ഈ മെസ്സേജ് ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മോഹത്തിൽ പിശാചുക്കൾ അവതരിപ്പിക്കാതെ ഇരുന്നിട്ടില്ല. അങ്ങനെ ഒരു ദൂതനും വന്നിട്ടില്ല എന്നാ, അങ്ങനെ അവതരിപ്പിക്കപ്പെടാതെ ഏതൊരു ദൂതൻ വന്നാലും ആ ദൂതൻ അവതരിപ്പിക്കുന്ന വേദമുണ്ടല്ലോ, ആ വേദത്തിനെ നശിപ്പിക്കാൻ പിശാച് യുൽഖി ശൈത്താനോ, പിശാച് ഒന്ന് അവതരിപ്പിക്കും. എന്തിനെ? ഈ അള്ളാഹുവിന്റെ ദൈവത്തിന്റെ ഈ മെസ്സേജിനെ നശിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹു പറയൻസഹു മാ യുൽഖി ശൈത്താനു, പിശാച് അവതരിപ്പിക്കുന്നതിന് അള്ളാഹുവിന്റെ കോപ്പി എടുത്തു വെക്കും. ഇവിടെ എഴുതിക്കുന്ന ദുർബലപ്പെടുത്തുന്നല്ല, നെസഹ് എന്ന് പറഞ്ഞ ഖുർആനിൽ നെസഹ് എന്ന് പറഞ്ഞ കോപ്പി എടുക്കാൻ, അസാല എന്നല്ല അർത്ഥം. അത് ഞാനൊരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അസാല എന്നല്ല, നീക്കിക്കളയാന്നല്ല അർത്ഥം. ഇപ്പം അഹ്ലു സുന്നത്തുകാർ പറയുന്ന അർത്ഥം നെസ് ചെയ്യാന്നാണ്, ഖുർആനിൽ നിന്ന് വിധികൾ ദുർബലപ്പെടുത്തി നീക്കിക്കളയാന്ന്. അങ്ങനെ അർത്ഥമല്ല. ആലത്തുൻ നാസിഖ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്നാണ്. ആലത്തുൻ നാസിഖ് ഫോട്ടോസ്റ്റാറ്റ്. ഇപ്പൊ ഞങ്ങൾക്ക് കുട്ടികൾ ബോർഡിൽ എഴുതിയിട്ട് ഞങ്ങൾ കുട്ടികളോട് പറയാം, ഇൻസഹന പകർത്തി എടുത്തോളി എന്നാ പറയാം, പകർത്തിക്കോളി. അതായത് ഒന്നിനെ അതേപോലെ പകർത്തുന്നതിനാണ് നെസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ വിഷയം. അപ്പൊ അതാണ് ഇന്ന് പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് തുടങ്ങിയതാണ് ഓരോരോ വിഷയങ്ങൾ, പുതിയ പുതിയ വിഷയങ്ങൾ അവർ തന്നെ. അപ്പൊ ഇത് നമ്മൾ പറയാതെ തന്നെ ഇല്ല എന്ന് അവർ അംഗീകരിച്ചു.
നമ്മൾ പറയേണ്ടപ്പോ ഇപ്പൊ ഖുർആനിൽ നെസ്ഖില്ല എന്നുള്ളത് അവരെന്നെ സ്ഥാപിക്കാൻ, അവരെന്നെ വാദിക്കാനും സമർത്ഥിക്കാനും അവർ തന്നെ തയ്യാറായി. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മളിത് ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി അല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആളുകൾ തന്നെ ഇത് ഉൾക്കൊണ്ടോളും. നമുക്ക് അത്രേ വേണ്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ ഇതിലേക്ക് ആളുകൾ വന്നുകൊള്ളണം, നെസ്ഖില്ലാന്ന് അംഗീകരിച്ച് നമ്മുടെ സംഘടനയിൽ അനുസരിച്ച് അവർ പ്രവർത്തിച്ചാലേ ശരിയാവുള്ളൂ എന്നില്ല. ആ വിഷയം അംഗീകരിച്ചാൽ മതി, ഖുർആൻ അംഗീകരിച്ചാൽ മതി. അതാണ് നമ്മുടെ ലക്ഷ്യം. ഖുർആൻ ജനങ്ങൾ അംഗീകരിക്കുക, ഇവിടുത്തെ പണ്ഡിതന്മാർ അംഗീകരിക്കുക, അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ പറയുന്നത്, പ്രവാചകന്മാർ വേദം അവതരിപ്പിക്കുമ്പോൾ ആ വേദത്തിനെ നശിപ്പിക്കാൻ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരിൽ പിശാചുക്കളായ ശത്രുക്കൾ ഉണ്ടായിരുന്നു. ആ സന്ദേശത്തിനെ നശിപ്പിക്കാൻ വിപരീത സന്ദേശങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ അവതരിപ്പിച്ചിരുന്നു. അത് പ്രവാചകനും മനസ്സിലാകാത്ത ആളുകൾ, പ്രവാചകന്മാർക്കൊന്നും മനസ്സിലാകാത്ത ആളുകൾ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളും ഉദ്ധരണികളും പിന്നെ വാർത്തകളുമാണ് 250 കൊല്ലം കഴിഞ്ഞ് ബുഖാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന, അബൂദാവൂദ് എന്ന് പറയുന്ന, നസായി എന്ന് പറയുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രവാചകൻ അറിയില്ല ആരാണ് സത്യസന്ധന്മാരെന്നും ആരാണ് കപടന്മാരാണെന്നും ആരാണ് യഥാർത്ഥ വിശ്വാസികളെന്നും പ്രവാചകൻ അറിയില്ല. അപ്പൊ ആ പ്രവാചകന് വരെ അറിയാത്ത സംഗതി പിന്നെ എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് 250 കൊല്ലം കഴിഞ്ഞ് വന്ന ആളുകൾക്ക് മനസ്സിലാവുക? ഈ 1400 കൊല്ലം കഴിഞ്ഞ് വന്നാൽ നമുക്കെങ്ങനെ മനസ്സിലാവും ഇവരിൽ ആരൊക്കെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു, ആരൊക്കെ വിശ്വാസികളായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ? അത്രമാത്രം ഇത് നമുക്ക് മനസ്സിലാക്കാൻ എങ്ങനെ കഴിയാമെന്നായി ഖുർആനികമായ വിരുദ്ധമായ ആശയങ്ങളിൽ നിന്നാണ് ഈ മുനാഫിക്കുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഖുർആൻ മാത്രം എടുക്കും. ബാക്കി നോണേ പറഞ്ഞത് ശരിയാ പറഞ്ഞത് തെറ്റാ പറഞ്ഞതെന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയും. അതിപ്പോ നിങ്ങളോട് ഹദീസ് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം അത്രമാത്രം ഹദീസിന്റെ പൊള്ളത്തരം മനസ്സിലാക്കിയിട്ടൊക്കെ പഠിച്ചാണ്. അത്രമാത്രം വൃത്തികെട്ട കാര്യങ്ങളും മാത്രമാണ് പ്രവാചകനെ കുറിച്ച്, പ്രവാചകന്റെ ഭാര്യമാരുണ്ട് എന്ന് പറയുന്ന അവരെ കുറിച്ച്. അത് പിന്നെ ആ വിഷയം പിന്നെ നമുക്ക് സംസാരിക്കാം, ഭാര്യമാരാണ് എന്തെന്ന്. ഇപ്പൊ പറയുന്ന അർത്ഥം എടുത്താൽ തന്നെ ഭാര്യമാരെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച് വളരെ വികൃതമായി നികൃഷ്ടമായ വാർത്തകളാണ് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു മടവൂരിന്റെ ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 12 സ്ഥലത്തിനൊക്കെ വ്യഭിചരിച്ചെന്ന് ബുഖാരിയിലുണ്ട്. അത് വെറുത്താറാണ്, അത് വെറുത്താറാണ്. വെറുത്താറല്ല, ഞങ്ങൾക്ക് ഹദീസുകൾ കാണിച്ചെന്നാലുണ്ട്. വ്യഭിചരിക്കാൻ പ്രേരണ നൽകുന്ന ഹദീസുകളുണ്ട് ബുഖാരിയിരുന്ന. അതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നീ പറയല്ലേ, ഉണ്ട് ബുഖാരിയിരുന്ന. അത്രമാത്രം വൃത്തികെട്ട ഹദീസുകളാണ് ബുഖാരിയിൽ മുഴുവനുള്ളത്. നമ്മൾ ഈ ആള് ഒരു പരലോകത്തിന്റെ നിസ്കാരത്തിന്റെ മറ്റേ കൈഫിയത്ത് സലാത്തോ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പിന്നെ ബുഖാരിയിലെ ഹദീസുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇതിലിപ്പോ എന്താ കുഴപ്പം? അതിലും കുഴപ്പമാണ്. അതിലെ അപകടം എത്രമാത്രമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലെ അപകടം ഞാനിപ്പോ ഒന്നിങ്ങനെ വളരെ താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. കുറച്ച് മുകളിലേക്ക് പോയിട്ട് സംസാരിക്കുന്നത്. ബുഖാരിയിൽ വ്യഭിചരിക്കാൻ തെളിവില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ഹദീസിലേക്ക് കൊടുക്കുകയാണ്. അയ്യുമാ റജുലും വൈമ്രാത്തും, ഏതൊരു പുരുഷനും സ്ത്രീയുമാകട്ടെ. അയാളുടെ ഭാഷ നിങ്ങൾ നോക്കി, ഏത് പുരുഷനും സ്ത്രീ ആയിക്കോട്ടെ എന്നാ അയ്യുമാണ്. അവൻ അയാളുടെ ഓരോ വരിയിൽ വരെ വിഷം ചീറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഉമ്മു ഹറാമിന്റെ ഹദീസൊക്കെ എന്റെ സഹോദരങ്ങൾ കേട്ടുമെടുത്തതാണ്. 5 6 അധ്യായങ്ങളിൽ അയാൾ ഈ ഹദീസ് ധരിച്ചിട്ടുണ്ട് ഉമ്മു ഹറാമിന്റെ. പക്ഷെ അയാൾ ആ വരികളിൽ വരെ വിഷം ചീറ്റുന്ന രൂപത്തിലാണ് അയാൾ എഴുതി വെച്ചിട്ടുള്ളത്. ഒക്കാന യദഖുലു അലാ ഉമ്മു ഹറാം. ആ വേർഡ് തന്നെ കണ്ടോ, ദഹല റജുലു അൽ മർഅത്താന്ന് പറഞ്ഞ വിഷയം വേറെയാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ ദുഖൂലായി എന്ന് പറഞ്ഞ വിഷയം വേറെയാണ്. അതാണ് ആ വേർഡ് വരെ അയാൾ ഉപയോഗിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഒരു മാന്യനാണെങ്കിൽ അയാൾക്ക് ഒക്കാന യതൂഫു എന്നോ ഒക്കാന യസൂറു എന്നോ പറയാം. നബി സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ പദം വരെ അയാൾ മാറ്റി. അതാണ് നമുക്ക് ബുഖാരിനെ ഫുള്ളായിട്ട് അറിയാനിട്ട് ആ സംഗതി എന്താണ്. പനി എന്റെ ഭാഷയിൽ പറഞ്ഞ വളരെ മോശപ്പെട്ട സാധനമാണത്. ഇസ്ലാമിനെ ഇങ്ങനെ അതാണ് ഒക്കാന യദഖുലു നബിയ്യു അലാ ഉമ്മു ഹറാം. ഒരു ആണ് ഒരു പെണ്ണിൽ ദഹലയാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയോ അധ്യായത്തിലുണ്ട്. ദഹല റജുലു അൽ മർഅത്താന്ന് പറഞ്ഞ വിഷയം വേറെയാണ്. നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റില്ല. ആ വിഷയത്തിനാണ് ആ പ്രയോഗം. നേരെ മറിച്ച് ബുഖാരിക്ക് അങ്ങനെ മാന്യതയില്ലായിരുന്നെങ്കിൽ ഒക്കാന യസൂറു എന്നാ പറയേണ്ടത്. ഒരു ആ ഉമ്മു ഹറാമിനെ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നാ പറയാം. എന്നാ ആ വേർഡിന് ഒരു മാന്യതയുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നത് വക്കാനത്ത് മുതസവ്വിജത്തും, അവൾ വിവാഹിതയാണെന്ന്. അത് അങ്ങനെ പറയേണ്ട വിഷയം അവിടെ ഇല്ല, കാരണമല്ല. എന്നിട്ട് വരെ അയാൾ ആ വേർഡ് ഉപയോഗിച്ചു. എന്തിനാണോ നബിയുടെ സംസാരത്തിലും ഈ പെണ്ണ് സ്വപ്നം കണ്ട് ഉണരുന്നതിലും നബിയുമായിട്ടുള്ള ഈ സംഭാഷണങ്ങളിൽ എവിടെയും ആ ഭർത്താവിനെ കാണാനില്ല. അതിനാണ് വക്കാനത്ത് മുതസവ്വിജത്തുന്നുള്ള പോയിന്റ് അയാൾ എടുത്തത്. വക്കാനത്ത് മുതസവ്വിജത്തും, അവൾ വിവാഹിതയായിരുന്നു. എന്തിനാണ് അത് ഒരു അകാരണമായിട്ട് ആ പദം ബുഖാരി ഉപയോഗിച്ചത്? അങ്ങനെ ഞാൻ ഓരോ ഹദീസും നിങ്ങൾക്ക് അതിന്റെ ഓരോ അക്ഷരങ്ങളും തിരിച്ചുകൊണ്ട് പറഞ്ഞെന്നാൽ നിങ്ങൾ അത് അന്തം വിട്ടുപോകും. ഇയാൾ ഇത്ര ആസൂത്രിതമായിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്.
ഓരോ ഹദീസുകളും അതിന്റെ അക്ഷരങ്ങൾ ഇട പിരിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചതെന്ന് നിങ്ങൾ അതിശയിച്ചു പോകും. ഇത്ര ആസൂത്രിതമായിട്ടാണ് ഇയാൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, അത്ര ആസൂത്രിതമായിട്ടാണ് അയാൾക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ സന്ദേശങ്ങളെയും വാക്കുകളെയും നശിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ്. പ്രധാന മുത്തസമ്മീജത്തിൽ എന്ന് പറഞ്ഞത് എന്തിനാണ്? ഭർത്താവിനെ അവിടെ എവിടെയും കാണാനില്ല, വരുമ്പോ കാണാനില്ല. അവൾ സ്വപ്നം കൊണ്ട് ഉണർന്ന് തന്റെ സ്വപ്നം പറഞ്ഞ് വ്യാഖ്യാനിച്ച് ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് നബി വിശദീകരിച്ചു കൊടുത്ത അതൊക്കെ പറഞ്ഞ ശേഷം ആ സംസാരത്തിൽ എവിടെയുമില്ല. അവളുടെ മടിയിൽ തല വെച്ച് കിടക്കുമ്പോൾ അവിടെയും എവിടെയുമില്ല. ഊരൊക്കെ കുത്തിപ്പിടിച്ച് നബി നിൽക്കുമ്പോൾ അവിടെ എവിടെയും ഈ ഭർത്താവിനെ കാണാനില്ല. സംസാരത്തിൽ എവിടെയെങ്കിലും ആ ഭർത്താവ് ഇടപെടുന്നതായിട്ട് ഈ 6 ഹദീസുകളിലില്ല. ഞാൻ പരിശോധിച്ചു, എവിടെയെങ്കിലും അയാൾ സംസാരത്തിൽ ഇടപെട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നബിയെ സംശയിക്കാൻ പറ്റൂല. കാരണം ഭർത്താവ് ഉണ്ടാകുന്ന ഒരാൾ വന്നാൽ വലിയ കുഴപ്പമില്ല, ഇല്ല, എവിടെയും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അയ്യുമാ റജുലുൻ വ ഇംറഅത്തുൻ, ഏത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അതാണ് അയ്യുമാ എന്നുള്ള പ്രയോഗത്തിൽ വരെ ആർക്കും ചെയ്യാണ്. അയ്യുമാണ് ആർക്കും ചെയ്യാം. ഈ തവാഫക്ക അവർ രണ്ടുപേരും മുത്തഫക്കായി യോജിച്ചു. ഫഅശറത്തുൻ, എന്നിട്ട് അവര് ഫഅശറത്ത് നടത്തി, പരസ്പരം ചെയ്തു. ഈ സലാസത്തിൽ ബൈനഹുമാ സലാസ ലയാലിൻ, 3 രാത്രികളിൽ 3 രാത്രി അവര് ഒരുമിച്ച് അശറത്തായി. എന്നിട്ടോ ഫൈൻ അഹബ്ബ, എന്നിട്ട് അവർക്ക് പിന്നെയും നല്ല മുഹബത്താണെങ്കിൽ അയ്യത്തായത് അവർ ഇനിയും ദിവസങ്ങൾ രാത്രികൾ കൂട്ടിക്കോട്ടെ, ആ യത്തത്താറക്ക അല്ലെങ്കിൽ പിരിഞ്ഞു പോയിക്കോട്ടെ. അതിലെ ഓരോ വേർഡ് ഇൻ തവാഫക്ക എന്നുള്ള ഒരു വേർഡ്, അശറത്തുൻ ഫീ സലാത്തി ലയാലിൻ എന്നുള്ള ഒരു വേർഡ്, 3 രാത്രികളിൽ. ആ രാത്രി എന്ന് പറയുന്നല്ലോ, അതൊന്ന് വേറെ തിരിച്ച് പറയണം. രാത്രി എന്താ സംഗതി, അല്ലെങ്കിൽ 3 ദിവസം എന്ന് പറഞ്ഞാൽ മതി. 3 രാത്രികളിൽ അവരെ അശറത്തായി. എന്നിട്ട് ഫൈൻ അഹബ്ബ, അവർക്ക് ഇനിയും മഹബത്ത് പൂതി മാറിയിട്ടില്ലെങ്കിൽ ഇനിയും മഹബത്തിലാണെങ്കിൽ അയ്യത്തായത് അവർ ഇനിയും ലൈലുകൾ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ, അയ്യത്താറക്ക അല്ലെങ്കിൽ പിരിഞ്ഞു പോകട്ടെ. ഞാൻ പറഞ്ഞ ഈ ഹദീസത്തിന് വ്യഭിചാരത്തിനല്ലാതെ പിന്നെ വേറെന്തിനാണ്? വ്യഭിചാരത്തിന് പ്രേരണ നൽകുന്ന ഹദീസുകൾ അല്ലെങ്കിൽ പിന്നെ ഇതുണ്ട്. വളരെ നികൃഷ്ടമായിട്ട് എത്രത്തോളം നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു സാധാരണക്കാരനാണ്. നിങ്ങളോട് അതിനോട് എനിക്ക് പച്ചയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഭീമൻ എല്ലാ കുട്ടി സബി, ഒരു കുട്ടിയുമായി കളിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ നബി ഞാൻ നടന്നു പോകുമ്പോ പറഞ്ഞു പോയത് വൈൻ അദ്ഹലഹു, ആ കുട്ടിയിൽ ഇവൻ ദുഹൂലാക്കിയാൽ ഫലാ യതസവ്വജന്ന ഉമ്മഹു, ആ കുട്ടിയുടെ മാനവൻ കെട്ടാൻ പാടില്ല. വളരെ എന്ത് സെക്സ് അല്ലാതെ വേറെ ഒന്നും ഈ റസൂലിന്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. ഇത്ര നികൃഷ്ടമായിട്ട് പ്രവാചകനെ ചിത്രീകരിക്കുന്ന, പ്രവാചകനെ ബലാത്സംഗം ചെയ്ത ആളായിട്ട് ചിത്രീകരിച്ചു, അതിനുവേണ്ടി ശ്രമിച്ച ആളായിട്ട് ബുഖാരി ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബുഖാരി എന്താണ് സംഗതി മുഴുവനായിട്ടാണ്? ഹറജനമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ഹത്തായിരാജ് റസൂൽ, അങ്ങനെ ഞങ്ങൾ എത്തി. ഒരു ഷൗത്ത് എന്ന് പറയുന്ന ഒരു തോട്ടത്തിന്റെ അടുത്തെത്തി. ഫജിഅബിഹ മർഅത്തൻ, ഒരു സ്ത്രീ അവിടെ കൊണ്ടുവരപ്പെട്ടു. യുഖാലുബിഹ ജൂനിയ, ജൂനിയ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ അവിടെ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ അവളെ ഉമൈമയുടെ വീട്ടിലാക്കി 2 ചുമരുകൾക്കിടയിൽ അവൾ നിൽക്കുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചെന്നു. നബി പറയാം. എന്നിട്ട് ഇപ്പൊ കാല നബി പറഞ്ഞു, ഹബി നഫ്സക്കി, നിന്റെ കടിനെ എനിക്ക് കൊണ്ട. ഹബി നഫ്സക്കി ലീ, നിന്റെ കടിനെ കൊണ്ടടി എനിക്ക്. അപ്പൊ അവള് ഹൽ തഹബുൽ മലിക്കത്തു നഫ്സഹ ലിൽ സൗക, ഒരു യജമാനത്തി, രാജ്ഞിയെ പോലെ ജീവിക്കുന്ന, യജമാനത്തിയെ പോലെ ജീവിക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾ, ഈ സൗക ആട്ടിടയന്മാരായ നിന്നെ പോലെയുള്ള ആളുകൾക്ക് തന്റെ ശരീരം പ്രദാനിക്കുകയോ? നോക്കി, നിങ്ങൾ റസൂലിനെ ഇഹ്തികാർ ചെയ്യാൻ, നിന്ദിക്കാൻ ഇതിലും വലിയതെന്തായി? ഇതിലും വലിയ വേറെന്തായിരുന്നു നിങ്ങൾ അള്ളാന്റെ റസൂലിനെ ഇനിയും നിന്ദിക്കാൻ? ഈ ബുഖാരി എന്ന് പറയുന്ന സാധനം വീട്ടിൽ വെക്കരുതെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട്. ഞാൻ എന്റെ പ്രസംഗത്തിൽ 2010 മുതൽ നിങ്ങളോട് പറഞ്ഞത് വീട്ടിൽ വെക്കാൻ പറ്റിയ സാധനം. എന്നിട്ട് നിന്റെ ഫുൾ അഡ്രസ് അറിയാനിട്ടാ. എന്നിട്ടാ അപ്പൊ നബി അവളെ സുക്കൂത്താക്കാൻ വേണ്ടിയിട്ട് അവളുടെ നബിയുടെ കൈകൊണ്ട് അവളെ പിടിക്കാൻ ശ്രമിച്ചു. അപ്പൊ കാലത്ത് അപ്പൊ അവള് പറഞ്ഞു, ഔദുബില്ല. ഔദുബില്ലാന്ന് ആരിൽ നിന്നാ പറയാ? ശൈത്താനെന്നാണ്. അപ്പൊ നബിനെ ശൈത്താന. ഒരാൾ ദൈവത്തിൽ ശരണം തേടുക ആരിൽ നിന്നാ? പറയാൻ പറ്റില്ല, നമുക്ക് വിമർശിക്കാൻ പോലും ഇത് പറയാൻ പറ്റില്ല. ഇതാണ് ഇത്. ഞാൻ പറയരുത് എന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കാൻ എനിക്ക് കഴിയണം. വിമർശിക്കാനാണെങ്കിൽ പോലും അല്ലാന്റെ റസൂൽ അങ്ങനെ പറയാൻ പാടില്ല. അവൾ പറഞ്ഞു ഔദുബില്ല. അപ്പൊ കാലത്ത് ഔദുബില്ലാന്ന് ആരെ കുറിച്ചാ പറയാം? നമ്മൾ ആരിൽ നിന്നാണ് അള്ളാഹുവിനെ ശരണം തേടുക? ശൈത്താനിൽ നിന്നാണ്. ഇങ്ങനെ വൃത്തികെട്ടത് മാത്രം പറയുന്ന ഇയാൾക്ക് വേറെ ഒരു പരിപാടിയില്ല. റസൂലിനെ വളരെ മോശമാക്കി, വളരെ ഇങ്ങനെ 12 സ്ഥലത്ത് വ്യക്തമായിട്ട് ഞാൻ കാണാതെ ഹദീസുകളെ വേദടക്കം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ബുഖാരി ഇതിന് വ്യതിചരിക്കുന്ന ആളാക്കിയിട്ടില്ലാന്നങ്ങൾ പറയും.
ഈ ഹദീസ് അയ്യുമാ റജുലുൻ വ ഇംറഅത്തുൻ ഇൻ തവാഫഖ ഫഅശറത്തുൻ ഫീ സലാസത്തി ലയാലിൻ ഫഇൻ അഹബ്ബ യതസാലദ ഔ യതദാറകാനില്ല. ഈ ഹദീസ് ഉണ്ടാകുന്നിടത്തോളം കാലം ആരാ പെണ്ണെത്താൻ പോവുക? പെണ്ണെത്തണം. പിന്നെ സുഖമായിട്ട് നടക്കാലോ, വിവാഹമൊന്നും വേണ്ട, സംഗതി നടന്നാ പോരെ. ഈ ഒരു ഹദീസ് ഉമ്മു സുലൈമിന്റെ അടുത്ത് ഒഴിഞ്ഞു പോയിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്ന കുഞ്ഞിലെ അഹബ്ബു ഇലയ്യ മിനൻ, ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും നീയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടവൾ എന്ന് പറഞ്ഞോണ. അവിടെ നിർത്തി ഹദീസ്, പിന്നെ തുടർന്നില്ല. അതാണ് ഒരു പിന്നെ ഒരു എന്തൂസിയാസം, ഒരു ആവേശം, എന്തോ ഒരു ജിജ്ഞാസ ഉണ്ടാക്കണം. അവിടെ കൊണ്ടുപോയിട്ട് അയാൾ പല ഹദീസുകളും നിർത്തുള്ളൂ. വല്ലാഹി ഇന്ന കുഞ്ഞ വല്ലാഹുവാണ് സത്യം, നീയാണടി അഹബ്ബുന്നാസിയിലയ്യ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടവൻ നീയാണ് എനിക്കെന്ന് പറഞ്ഞ് അവിടെ നിർത്തി. പിന്നെന്തുണ്ടായി എന്ന് പറയുന്നില്ല. ഇങ്ങനെ ഒരു സസ്പെൻസിൽ കൊണ്ടുപോയിട്ട് ഹദീസുകൾ പലതും ഇയാൾ നിർത്തിക്കുന്നുണ്ട്. ഒരു നിരൂപകനായ വായനക്കാരനെ ആകെ മുൾമുനയിൽ നിർത്താൻ പറ്റിയ രൂപത്തിൽ നിർത്തിയ ഹദീസുകൾ ഒരുപാട്. എന്നാൽ ഖുർആൻ പരിചയപ്പെടുത്തുന്ന നബി, അവിടെയാണ് നമ്മൾ പറയുന്നത്, ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകനും ബുഖാരി പരിചയപ്പെടുത്തുന്ന പ്രവാചകനും രണ്ട് ധ്രുവങ്ങളിലാണ് ജീവിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. രണ്ട് ധ്രുവങ്ങളിലാണ് ആ പ്രവാചകൻ ജീവിക്കുന്നത്. ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ സൂറത്തുൽ മുസമ്മിലും സൂറത്തുൽ മുദ്ദസ്സിറും നമുക്ക് വായിച്ചാൽ മതി. ആ മനുഷ്യന് വിശ്രമിക്കാൻ സമയമില്ല. രാവും പകലും അധ്വാനിക്കാനും ഒരു ജനതയുടെ മോചനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും. ഇന്നലൊക്കെ പിന്നെ ഹാരി സബഹന്തവിയില, പകലും നീന്താൻ അയാള്. സബാഹ എന്ന് പറഞ്ഞ ഒരു കടലിലും ആഴമേറിയ പുഴയിലൊക്കെ നീന്തലിനാണ് സബാഹത്ത് എന്ന് പറയാം. സബാഹത്ത് എന്ന് പറഞ്ഞാൽ നീന്തൽ എന്നാണ് പറയാം. ഒരു കരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെ പരിശ്രമിച്ച് കരയിലേക്ക് എത്താൻ വേണ്ടി നീന്തുന്ന മനുഷ്യനാണ് സബാഹ് എന്ന് പറയാം. നീന്തൽ വിദഗ്ധൻ എന്ന് പറയാം. അതാണ് ആ സബഹ എന്ന് പറഞ്ഞത്. നിനക്ക് നീന്തേണ്ടതുണ്ട് പകൽ മുഴുവൻ എന്ന. രാത്രിയോ ആ മുസമ്മിലിന്റെ അവസാനത്തെ ആയത്ത് നിങ്ങളൊന്ന് പറയാം. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തു മിനല്ലദീന മഅക എന്ന് പറഞ്ഞിട്ട് രാത്രിയിലെ 2/3 അതല്ല പകുതി ഒക്കെ എണീറ്റിരുന്ന് ഒരു ജനതയുടെ മോചനത്തിന് വേണ്ടിയും അവരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയും ഒരു ജനതയെ മോചിപ്പിച്ച് ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കാൻ ഒരു പ്രവാചകനും ഒരു പറ്റം സഹാബത്തും കൂടിയിരുന്നിട്ട്. അതാണ് പ്രവാചകൻ. എന്നാൽ ഇവര് പരിചയപ്പെടുത്തുന്ന പ്രവാചകനോ ഒറ്റ മണിക്കൂറിൽ നബി അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ അടുത്തെല്ലാം സന്ദർശിക്കാറുണ്ടായിരുന്നു. മറ്റേ അനസാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടർക്ക് തന്നെ സംശയം, അവക്കാണ് യുദ്ധീകൂലോ, അതിനൊക്കെ നബിക്ക് കഴിയോ? റിപ്പോർട്ടർക്ക് സംശയം, നബിക്ക് 11 അടുത്തൊക്കെ പോകാൻ സാധിക്കും. റിപ്പോർട്ടർക്ക് സംശയം, മനസ്സിനോട് സംശയം ഉന്നയിക്കാം. അപ്പൊ അനസ് പറയാം, കുഞ്ഞാനഹദ്ദസു, ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു, അന്നഹു ഒഴുത്തിയ സലാസീന 30 ആളുകളുടെ ശക്തി അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്ത് അളവ് പോലായിരുന്നു അതിന്? അപ്പൊ എന്റെ ശക്തി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഭാര്യ ഭർത്താക്കന്മാരുടെ കുളി ഭാര്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് പോട്ടെ. പുറത്ത് അനസിനെ പോലെയുള്ള ജാബിറിനെ പോലെയുള്ള ആളുകൾ നബിയുടെ ഭാര്യയുടെയും കുളി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ? ആയിഷയുടെ കുളി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും അബു ആയിഷയും ആയിഷയുടെ അടുത്ത് പോയി, എന്നിട്ട് ആയിഷയോട് ചോദിച്ചു എങ്ങനെയായിരുന്നു നബി കുളിച്ചിരുന്നത് എന്ന്. അപ്പൊ മഫ്രഖ് എന്ന് പറയുന്ന ഒരു പാത്രം കൊണ്ടുവരപ്പെട്ടു, അതിൽ വെള്ളം കൊണ്ടുവരപ്പെട്ടു, എന്നിട്ട് ആയിഷ കുളിച്ചു കാണിച്ചു തന്നു. പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒരു മറയുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയാണ് നബി കുളിച്ചത്. അതാ പറഞ്ഞു, നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വരെ ഇതിന്റെ വേരുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. ഇതിന്റെ വേരുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ബുഖാരിയാണ്. ഞാനിപ്പോ ഉദ്ധരിച്ച ഒരൊറ്റ ഹദീസ് മുസ്ലിമിലല്ല, എല്ലാം ബുഖാരിയിലെ ഹദീസുകളാണ്. എല്ലാം ബുഖാരിയിലാണ്. ഇതിനോടൊക്കെ ചോദിച്ചാൽ ആ കപ്പൽ തന്നിട്ട് ചുംബിച്ചോ? നബി ചോദിക്കാൻ ആ നമ്മൾ സ്ഥലത്ത് കണ്ണടിച്ചിട്ടേ ഉള്ളൂ. നബി ചോദിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുമോ? അല്ലെങ്കിൽ കിസ് ചെയ്തിട്ടുള്ളൂ? ആ മമസ്ത കണ്ണെടുത്തിട്ടുള്ളൂ. നീ ഇങ്ങനെ ഈ നബിനെ വളരെ വൾഗറായിട്ട് ഇത് ഈ ബുഖാരി എന്താണ് നിങ്ങൾ മനസ്സിലായി? ഇത് ഇസ്ലാമിന്റെ സ്നേഹിച്ചിട്ട് പറഞ്ഞത്. ഞാൻ സൂചിപ്പിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഈ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മുനാഫിക്കുകളുണ്ട്, കപടന്മാരുണ്ട്, കൂടെയുണ്ട്. അതായത് കാശ് മുടക്കണവർക്ക് നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പറയാനായിട്ട് കപടന്മാരും നല്ല കഴിച്ചിലാണ്. 1 ലക്ഷം അതാണ് കാശുമ തൊടാൻ പറഞ്ഞ കാപ്പറ്റിയുള്ള ആളുകൾ ഏത് പ്രത്യയശാസ്ത്രത്തിന്റെയും കപടന്മാരെ അവിടെ കിട്ടൂല. പിന്നെന്താണെന്ന് നമ്മളോട് താഴത്തുന്നൊക്കെ പറയും. പക്ഷെ വൈദാ ബറസൂമിൻ ഇന്ത്യക്ക പയ്യത്തായി ഇപ്പത്തിന് വൈറല്ലതീട്ട പോലും നമ്മളെ കേട്ട് പ്രവാചകന്മാർ പറയുന്ന ഈ മെസ്സേജ് കേട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ പറയാത്തത് അവരുടെ പേരിൽ കറ്റുകെട്ടി പറയാം. അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
ഇങ്ങനെ അവരെ കുറിച്ച് കറ്റുകെട്ടി പറയുന്ന കപടന്മാർ നിന്റെ കൂട്ടത്തിലുണ്ട്. അവരെ നിനക്കറിയില്ല, അവരെ എനിക്കറിയുള്ളൂ. അപ്പൊ ഈ പ്രവാചകന്റെ സന്ദേശത്തെ, പ്രവാചകന്മാരുടെ സന്ദേശത്തെ നശിപ്പിക്കാൻ പിശാചുക്കളായ ആളുകൾ ഏത് കാലഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കണം. അത് പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ട്, പ്രവാചകന്റെ പിൽക്കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് മുആവിയുടെ ഭരണം തുടങ്ങി ഉസ്മാനിയ ഭരണകാലഘട്ടം വരെ ഇന്നുണ്ട്. ഇന്ന് ലോകത്ത് ഈ പൈശാചിക വചനങ്ങൾ, ഈ ദൈവിക വചനങ്ങളെ നശിപ്പിക്കാൻ ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് സലഫിസമാണ്. സലഫിസാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ നശിപ്പിക്കാൻ ഇന്ന് ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പൈശാചിക സംഘടനകൾ വേൾഡ് സലഫിസാണ്, ലോക സലഫിസം. കേരളത്തിലെ ഈ ഒറ്റപ്പെട്ട ചില സലഫികൾ മാറി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ വേൾഡ് സലഫിസത്തിനെ പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകൾ, വേൾഡ് സലഫിസത്തിന്റെ ഒരു ചരിത്രം നിങ്ങൾക്ക് ഇബ്നു തൈമിയ്യ മുതൽ ഇങ്ങനെയുള്ള ചരിത്രം നിങ്ങൾ നോക്കിയാൽ വളരെ ആസൂത്രിതമായി ഇസ്ലാമിനെയും ഖുർആനെയും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വേരുകൾ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാലേ അറിയുള്ളൂ അത് എത്രമാത്രം ആഴത്തിലിറങ്ങിയ വേരുകളാണ്. ഈ ചരിത്രം ഈ പിന്നെ ഇബ്നു തൈമിയ്യ മുതൽ അബ്ദുൽ വഹാബ് മുതൽ ഇബ്നു തൈമിയ്യ മുതൽ, ഇബ്നു തൈമിയ്യാണ് ഈ അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ ഉസ്താദ്. ഈ ജിന്നിന്റെയും ഈ സിഹറിന്റെയും ഈ അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ മൂലഹേതു ആധുനിക കാലഘട്ടത്തിൽ പണ്ട് 250 വർഷം പ്രവാചകന്റെ മരണശേഷം 250 പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുനാഫിക്കുകളുണ്ട്, കൂടെ മുനാഫിക്കുകളുണ്ട്. പ്രവാചകൻ മരിച്ച ശേഷം മുനാഫിക്കുകളുണ്ട്. അത് 250 കൊല്ലത്തിന് ശേഷം ബുഖാരിയെ പോലെയുള്ള ആളുകളാണെങ്കിൽ ചരിത്രത്തിലുടനീളം ഈ സന്ദേശത്തെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ട് തുടർന്നു പോന്നിട്ടുണ്ട്. അതിന്റെ ഉട്ടോപ്യൻ കാലഘട്ടത്തിലേക്ക് വന്നാൽ ഞാൻ പറയുന്നത് വേൾഡ് സലഫിസം എന്ന് പറയുന്ന ഇതിന്റെ വിത്തുപാകിയ ഇബ്നു തൈമിയ്യ മുതലാണ് ഇത് ഈ ആഴത്തിലിറങ്ങിയ ഈ അന്ധവിശ്വാസത്തിന് പ്രചാരവും ഖുർആനിനെ നശിപ്പിക്കാനുള്ള പ്രവർത്തനവും വളരെ ആഴത്തിൽ നേരിടുകയാണ്. അത് വേൾഡ് സലഫിസം എന്ന് പറയുന്ന ഒരു ചരിത്രങ്ങൾ ലോകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് വായിച്ചാലേ അതിന്റെ പൂർണ്ണമായ തലത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പോ എന്റെ സുഹൃത്തുക്കളോട് ഈ വിശുദ്ധ ഖുർആനിനെ നമ്മൾ രംഗത്ത് കൊണ്ടുവരാനും ഇത് സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാനും കഴിയുന്നത്ര രൂപത്തിൽ, നമുക്ക് കഴിയുന്ന രൂപത്തിൽ പരിശ്രമിക്കാനും ഇതിനൊന്ന് വിജയിപ്പിച്ച് ഉന്നതിയിലേക്ക് എത്തിക്കാനും വേണ്ടി പരിശ്രമിക്കാനും വേണ്ടി ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ കഴിയും. ഇത് ആദ്യ കാലഘട്ടക്കാർ കുറച്ച് ത്യാഗം ചെയ്യേണ്ടി വരും. അതില്ലാതെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഏതൊരു പ്രത്യയശാസ്ത്രത്തിന്റെയും തുടക്കത്തിലുള്ള ആളുകൾ ചിലപ്പോൾ ജീവൻ വരെ കൊടുക്കേണ്ടി വരും. അതാണ് മൗലവി ഇതൊക്കെ സംഭവിച്ചത്. ആദ്യ കാലഘട്ടക്കാർ കുറച്ച് ത്യാഗം ചെയ്യേണ്ടി വരും. അസാധിക്കുവൻ അത് ഏത് പ്രത്യയശാസ്ത്രമായാലും വേണ്ടില്ല, മതമാകട്ടെ മതമല്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളാകട്ടെ. അത് ഒരു 2-3 വർഷം, ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഇന്നില്ല നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ വിശ്രമിക്കാൻ ഒരവസരം കിട്ടും. നമുക്കൊക്കെ വിശ്രമിക്കാം. ഇത് ഏറ്റെടുക്കാനും ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും വേറൊരു ജനത കടന്നു വരും. അപ്പൊ നമുക്ക് മാറി നിൽക്കാം. അതാ ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ഏത് പ്രത്യയശാസ്ത്രത്തിന് നോക്കിക്കോളൂ. ആദ്യ കാലഘട്ടത്തിൽ അതിന് അധ്വാനിക്കാനും പരിശ്രമിക്കാനും കാശ് മുടക്കാനും രാപ്പകലില്ലാതെ ഓടി നടക്കാനും ത്യാഗികളായ പരിശ്രമശാലികളായ കുറച്ച് ആളുകൾ ഏത് കാലഘട്ടത്തിലുണ്ടാവും. പിന്നെ അത് വിജയിച്ചപ്പോ മുജാഹിദിനൊക്കെ പറ്റിയതാണ്. സമ്പത്ത് കൂടി ത്യാഗികളായ ഒരുപാട് ആളുകൾ ആദ്യ കാലഘട്ടക്കാർ കഴിഞ്ഞുപോയി. അവരൊന്നും ഇന്ന് ഈ പറയുന്ന ചെറുപ്പക്കാർ പറയുന്നത് പോലെ ഹദീസ് പറഞ്ഞിരുന്നില്ല. അത്യാവശ്യം വേണ്ട സന്ദർഭങ്ങളിൽ പ്രയാസകരമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസരത്തിൽ മാത്രമേ അവർ ഹദീസ് പറഞ്ഞിരുന്നുള്ളൂ. പല പണ്ഡിതന്മാരും ഘട്ടമദ്രാജിയെ കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളവിടെ പറപ്പൂരിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരൊക്കെ ആവശ്യമായ ഘട്ടത്തിൽ മാത്രമേ ഹദീസുകൾ ഉദ്ധരിച്ചിരുന്നുള്ളൂ. ഇന്നതല്ല. ഇന്ന് ഹദീസ് കേട്ടാൽ മതി. അത് എത്ര മോശപ്പെട്ട ഹദീസാണെങ്കിലും ശരി, അത് എടുത്തുദ്ധരിച്ച് ആ കഥ നടക്കാതെ ജനങ്ങളോട് പറഞ്ഞ് അത് വിശ്വസിപ്പിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തുന്ന സ്ഥലത്തിലേക്ക് ആ പ്രസ്ഥാനം മാറി. അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ കുറച്ച് പ്രയാസങ്ങൾ സഹിക്കണം, കുറച്ച് ത്യാഗം ചെയ്യണം. ത്യാഗം ചെയ്തെങ്കിലേ ഈ പ്രത്യയശാസ്ത്രത്തെ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇനി ഈ അന്ധവിശ്വാസങ്ങളുമായിട്ട് ഈ ബുഖാരി, ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവും. ഇത് പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. എന്നാലും ബുഖാരിയില് നല്ലതില്ലേന്നാ ചില ആളുകൾക്ക്. നല്ലതില്ലയില് ഏത് ഹദീസത്തോടെ നല്ലതല്ല. ഒരു ജിബിരിയിലെ ഹദീസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിബിരിയിലും മലക്കല്ലാന്നപ്പോ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്നും പറഞ്ഞിട്ടുണ്ട് മലക്കല്ലാന്ന്. ഇപ്പൊ അവർക്ക് ചർച്ച എത്തി, നമ്മളല്ല ചർച്ച ചെയ്യുന്നത്. അറബ് സൈറ്റുകളിലും മലയാളത്തിന്റെ ചില ഫേസ്ബുക്ക് പേജിലൊക്കെ ഇപ്പൊ ചർച്ച തുടങ്ങി ജിബിരിയിൽ മലക്കല്ലാണ്. നമ്മളെന്നോ പറഞ്ഞിട്ട് ജിബിരിയിൽ മലക്കല്ല. അന്ന് എനിക്ക് പേടിയായിട്ടായിരുന്നു. ബത്തിനോട് പറയാൻ പറ്റും. ഇത് പൊളിഞ്ഞ ഹദീസ് ഒരുപാട് പൊളിഞ്ഞു. ജിബിരിയിൽ മലക്കല്ല എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞില്ലേ. മൻകാന അതുവൻ ഇല്ലാഹി മലായികത്തിഹി കുതുബിഹി റസൂലിഹി ജിബിരിയിലെ ഈ കാലാണ്. ജിബിരിയിൽ വേറെയാണ്, മലക്ക് വേറെ പറഞ്ഞിട്ടുണ്ട്.
മൻകാന അദുവ്വൻ ലില്ലാഹി, ആരാണ് ദൈവത്തിന്റെ ശത്രു? ഇപ്പൊ മലായിക്കത്തിഹി, അവന്റെ മലക്കുകളുടെ ശത്രു ആരാണ്? ഇപ്പൊ കുത്തുബിഹി, അവന്റെ വേദങ്ങളുടെ ശത്രു ആരാണ്? വറുസുലിഹി, അവന്റെ ദൂതന്മാരുടെ ശത്രു ആരാണ്? ഇപ്പൊ ജിബിരില, ജിബിരിലിന്റെ ശത്രു ആരാണ്? മലക്കാണെങ്കിൽ മലക്ക് അവിടെ പറഞ്ഞില്ലേ. ഇവര് പറയും റൂഹാണ്, റൂഹ്. കൊല്ലു പറഞ്ഞിട്ട് ജുസു പറയും, കൊല്ലു പറഞ്ഞിട്ട് ജുസു പറയാം. അങ്ങനെ ഒരു വകുപ്പൊക്കെ ഉണ്ട്, അറബിയിൽ വകുപ്പുണ്ട്. പക്ഷെ അത് പറഞ്ഞ ഉടനെ പറയണം. പിന്നെ അതിന്റെ ഇടയിൽ 2-3 വാചകങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പറയാൻ പാടില്ല. കൊല്ലു പറഞ്ഞിട്ട് ജുസു പറയാൻ കേട്ടോ, അങ്ങനെ ഒരു ഇത്. ഇപ്പൊ സമൂഹം വന്നു, മുഹമ്മദും വന്നു എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ തന്നെ മുഹമ്മദ് പെടും. ജാൽ ഖൗമു മുഹമ്മദ് എന്ന് പറയാം. ജനങ്ങളൊക്കെ വന്നു, മുഹമ്മദും വന്നു എന്ന് പറയാം. അപ്പൊ ഈ മുഹമ്മദ് ജനങ്ങളിൽ പെട്ടത് തന്നെയാണ്. അങ്ങനെ ഭാഷയിൽ പ്രയോഗമുണ്ട്. പക്ഷെ ഈ പുല്ല് മൊത്തത്തിൽ പറഞ്ഞിട്ട് ഉടനെ ഈ ഇത് പറഞ്ഞാലേ അങ്ങനെ വകുപ്പുള്ളൂ. അതിന്റെ ഇടയിൽ വേറെ ഒരുപാട് പദങ്ങൾ വന്നു, വേറെ ഒരുപാട് കെലിമത്തുകൾ പറഞ്ഞ ശേഷം പിന്നെ പറഞ്ഞാൽ ഇതിൽ ഈ മുഴുവൻ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ജുസുവായിട്ട് എണ്ണാൻ പാടില്ല, അങ്ങനെ പിന്നെ എണ്ണാൻ പാടില്ല. അപ്പൊ ജിബിരിയിൽ അള്ള പറഞ്ഞു, മലക്ക് പറഞ്ഞു, കിതാബ് കുത്തുബ് പറഞ്ഞു, റസൂൽ പറഞ്ഞു, പിന്നെയാണ് ജിബിരിയിൽ. പിന്നെ മീക്കാല, മീക്കായിലെന്ന് കൂടിയല്ല. ഇപ്പൊ എല്ലാ ആൾക്കാരും മീക്കായിലല്ല. ഞാൻ പലപ്പോഴും എഴുതി കൊടുത്തു, മീക്കായിലല്ല മനുഷ്യരെ, മീക്കാലാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. ഖുർആനിൽ ഒരു സ്ഥലത്തെ പദം വന്നിട്ടുള്ളൂ, അത് മീക്കാലാണ്, മീക്കായിൽ എന്നല്ല. എവിടെ മീക്കായില്? അതൊക്കെ നമ്മൾ ഈ മദ്രസിൽ പഠിക്കുമ്പോൾ 10 മലക്കുകളെ പേര് പഠിച്ചത് മീക്കായിൽ എന്ന മലക്ക്, റഹീബ് അത്തീദ് എന്ന മലക്ക്, അസ്രായിൽ എന്ന മലക്ക്. ഇതൊന്നും ഖുർആനിൽ പറഞ്ഞൊന്നല്ല. ഖുർആനിലൊന്നും അങ്ങനെ മലക്കുകളെ പേര്. റഹീബ് അത്തീദ് എന്നൊരു വേർഡ് ഉണ്ട്, അത് മലക്കല്ല. സൂറത്ത് വന്നജ്മിൽ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ 2 മലക്കാണെങ്കിൽ റഖീബും അതീദ് എന്നാ പറയാം. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, നിങ്ങൾ തോന്നും ബുഖാരിയിലെ ഇന്ന ഹദീസ് നല്ലതല്ലേ, ഇന്ന ഹദീസ് നല്ലതല്ലേ എന്ന് തോന്നും. പക്ഷെ അല്ല, അത് അയാൾക്ക് അറിവില്ലായ്മയോ. ഇപ്പൊ ഗബ്രിയേൽ മാലാക എന്ന ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് വന്നതാ ജിബ്രീൽ എന്ന മലക്ക് എന്ന്. ഗബ്രിയേൽ മാലാക എന്ന് ക്രൈസ്തവ വേദങ്ങളിൽ പറയുന്നുണ്ട്, ഗബ്രിയേൽ മാലാക. ആ ഗബ്രിയേൽ മാലാക എന്ന ക്രൈസ്തവ വിശ്വാസത്തിൽ, ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഇസ്ലാം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്, സെറസ്റ്റിസമാണ്, ഹിന്ദുയിസമാണ്, ജൂതായിസമാണ്. ഇതിന്റെയൊക്കെ ഒരു സങ്കര മതമാണ് ഇന്നത്തെ ഇസ്ലാം. അതൊന്നും ഖുർആനല്ല, ഖുർആനല്ലാതെ. ഇപ്പൊ ഈസാ നബിയുടെ അതേ കഥകൾ തന്നെയാണ് നമ്മുടെ അതേ ക്രൈസ്തവ കഥകളെ മുഴുവൻ കോപ്പിയടിച്ചതാണ് ഇന്ന് നമ്മളിലുള്ള ഈസാ നബിയെ കുറിച്ചും മറിയമിനെ കുറിച്ചും മറിയമിന്റെ പുത്രനെ കുറിച്ചുമുള്ള കഥകളൊക്കെ അതേ കഥകളെ കോപ്പിയടിച്ചതാണ്. ആ കഥകളൊക്കെ പോക്ക ഓളെ മഹാള് ഇപ്പൊ ഈ അടുത്തുണ്ടായി പേറ്റുനോവല്ലേ ഈത്തപ്പനയിലേക്ക് എത്തിച്ചത്. പേറ്റുനോവേ, പ്രസവിക്കാനുള്ള വേദന. അജാഹൽ മഹാലു എന്ന് ഞാൻ ചോദിച്ചു, മഹാല് ഖുർആൻ ഉപയോഗിച്ചൊരു വേർഡാണല്ലോ, അതിനെവിടെ പേറ്റുനോവ് എന്നർത്ഥം? കാമ എന്നുള്ളതിന് മഖാമുണ്ടായി, കാമീന്ന് മഖാമുണ്ടായി. ആ വേർഡ് എങ്ങനെ വന്നു നിങ്ങൾ ശ്രദ്ധിക്കണം. കാമീന്ന് മഖാമുണ്ടായി, കാലീന്ന് മഖാലുണ്ടായി, എന്നപോലെ ഹാലീന്ന് മഹാലുണ്ടായി. ഖാല യഹൂലു എന്ന് ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ അർത്ഥം നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് ഞാൻ പിന്നെ പറഞ്ഞു. കാല യഹൂലും മഖാല്, കാമ യഹൂമും മഖാമും, നാമയനാമും മനാമും, എന്നപോലെ ഹാല യഹൂലും മഹാല്. അവരുടെ ആ ഹൗലിൽ നീ വിട്ടേക്കുക. ഹാള യഹൂലു ഹൗല് എന്ന് ഖുർആൻ ഉപയോഗിച്ച അതിന്റെ ഈ മഖാല് പോലെ, മനാമു പോലെ, മഖാമു പോലെ ആണ് മഹാൾ ഉണ്ടായത്. ആ മഹാളാണ് ഈ മറിയമിനെ അവിടെ എത്തിച്ചത്. അത് വലിയൊരു വിഷയമാണ്, നമുക്ക് സംസാരിക്കാം. എന്തായാലും അവർ ഈ അറിവിനെ കുറിച്ചുള്ള അവരുടെ ഈ അലയൽ, ആ ഹാളാണെന്ന മുങ്ങുകയാണ്, ഒരു അറിവിന് വേണ്ടി മുങ്ങിത്താഴൻ. അവരവരുടെ വിനോദങ്ങളിലും കളികളിലും അങ്ങനെ മുഴുകാൻ നീ വിടുകയാണ്. അതാണ് ഹൗല്. അവരവരുടെ കളികളിലും വിനോദങ്ങളിലും മുഴുകാൻ നീ വിട്ടേക്കുക. അപ്പൊ ഒരു വിഷയത്തിൽ കളിയാകട്ടെ, അറിവ് തേടാനാകട്ടെ, വേറെ എന്തോ ആകട്ടെ, അതിനെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ പേടിക്കൊണ്ടുള്ള അതിനുവേണ്ടി മുഴുകുക, ആ വിഷയത്തിൽ ആഴിയിട്ട് കഴിയുക, മുഴുകിക്കഴിയുക എന്നതാണ് ആ വേർഡിന്റെ അർത്ഥം. ആ അറിവിനെ കുറിച്ച് തേടുകയും അന്വേഷിക്കുകയും ചെയ്യാനുള്ള ആ ജിജ്ഞാസ അവിടെ കൊണ്ട് ചെന്നെത്തിച്ചു. എവിടെ കൊണ്ട് ചെന്നെത്തിച്ചു? ഇതാ ജിദയിൽ മെഹലത്തി, ഒരു മെഹലത്തിന്റെ തടിയിലേക്ക് എത്തിച്ചു. എന്താണ് മെഹലത്ത്? ഈത്തപ്പനയാണോ എന്നൊക്കെ ഈത്തപ്പനയല്ല. ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ നെഹലത്ത്? ഖുർആനിന്റെ കുത്തുകളൊക്കെ എന്താ സുഖം. ഖുർആനെ നമ്മളിന്ന് ഹദീസ് കൊണ്ടാ വ്യാഖ്യാനിക്കുന്നത്. അപ്പോഴതൊന്നും കിട്ടാത്തത്. ഇപ്പൊ മഹാലിനൊക്കെ എവിടുന്നാണ് ആ വേർഡ് വന്നതെന്ന് കിട്ടും.
വേറെ എവിടുന്ന കിട്ടിയത്? ഞാൻ ഒരുപാട് ഉദാഹരണം പറഞ്ഞു. ഖാലിന്ന് മഖാലുണ്ടായി. ഖാലയപ്പോലും മഖാല്, ഖാമയപ്പോലും മഖാമ്, ഖാലയപ്പോലും മഖാല്. ഏറ്റവുമല്ല എവിടുന്ന ഈ ഖുർആൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആനെ നിങ്ങൾ ഖുർആൻ കൊണ്ടല്ലാതെ ഖുർആനിൽ ആ പദം വേറെ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉപയോഗിക്കാത്ത വളരെ അപൂർവമായ പദങ്ങളെ ഉള്ളു ഖുർആനിൽ. വളരെ അപൂർവ അത് ആ സന്ദർഭത്തിന് പിടി കിട്ടുകയും ചെയ്യും. അവർ തന്നെ മനസ്സിലാവുകയും ചെയ്യും. വേറെ പദം വേറെ സ്ഥലത്ത് ഉപയോഗിക്കാൻ തന്നെ ആ അർത്ഥം അവർക്ക് കിട്ടും. അങ്ങനെ വളരെ വിരളമായ പദങ്ങളെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കി തരാത്ത പദങ്ങളുള്ള വിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ഖുർആൻ പഠിക്കണം. ഇതിന്റെ ശത്രുക്കൾ, ഈ സന്ദേശത്തിന്റെ ഈ മെസ്സേജിന്റെ ശത്രുക്കൾ കാലാകാലങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. അവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കി അവരെയൊക്കെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഈ ആശയവുമായി മുന്നോട്ട് പോകാൻ സഹായിക്കണം നിങ്ങൾ. നമ്മൾ ഈ പറയുന്ന ഓരോ വേർഡുകളും ഇപ്പൊ അവരെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അഭിനയമൊക്കെ നമ്മൾ അവതരിപ്പിച്ച കാലഘട്ടത്തില് ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു 10ാം ക്ലാസ്സിൽ അറബി ബുക്ക് എടുത്തു നോക്കി. യാ അബ്നാ ഷാബ്, സമുദായത്തിന്റെ മക്കളെ എന്ന് CH വിളിക്കുന്നുണ്ട്. ഇവന് നേരെ കുട്ടിയാണല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളുടെ രക്തത്തിൽ പറഞ്ഞ കുട്ടിയാണല്ലേ ഇവന് നമ്മൾ മനസ്സിലാക്കിയത്. ആ അർത്ഥം മാറിയില്ലേ? ഞാൻ ചോദിക്കുന്നത് 10ാം ക്ലാസ്സിലത്തെ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലത്തെ അറബി ബുക്ക് ഒന്ന് എടുത്തു നോക്കും. CHന്റെ ഒരു പാടുണ്ട് 10ാം ക്ലാസ്സിൽ. ആ പാഠത്തിൽ CH വിളിക്കുന്നുണ്ട് ഒരു പ്രസംഗത്തിൽ, യാ അബ്നാ ഷാബ്, സമുദായത്തിന്റെ മക്കളെ. അത് സ്വന്തം കുട്ടികളാണ്. യാ അഭിനായ് ഹിന്ദു എന്ന് വിളിക്കുന്ന ഒരർത്ഥം, ഇന്ത്യയുടെ മക്കളെ. എവിടെയാ അഭിനായ്? സാഹിത്യങ്ങളിലൊക്കെ ഒരു പ്രത്യയശാസ്ത്രത്തെയോ ഒരു രാജ്യത്തെയോ സൃഷ്ടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആ രാജ്യത്തെ ആൺകുട്ടികൾക്കാണ് അത് പറയാമെന്ന് നമ്മൾ എന്നോ പറഞ്ഞു എഴുതി ലേഖനങ്ങളെ മാസികയിൽ വന്നു. അന്ന് പല ആളുകളും എതിർത്തു. ഇന്ന് എല്ലാ ബുക്കുകളും അതന്നെ. യാ അഭിനായ് ഹിന്ദു, യാ അഭിനായ് വതൻ, രാജ്യത്തിന്റെ മക്കളെ എന്ന് വിളിക്കാത്ത പാഠങ്ങൾ ഏതാള്ളത്? അഭിനായ് ഹിന്ദു എന്ന ഒരു പദ്യത്തിന്റെ പേര് സ്കൂളിൽ പഠിപ്പിക്കണം. അഭിനാവുൽ ഹിന്ദ്, ഇന്ത്യയുടെ മക്കൾ. അത് സ്വന്തം കുട്ടികളാണ്. അതാണ് ഖുർആൻ. അത് ഖുർആന്റെ സാഹിത്യം എന്ന് പറയുന്നത് വ്യക്തമായ സാഹിത്യ ഗ്രന്ഥമാണ്. ഉന്നതമായ മൂല്യങ്ങൾ പറയുന്ന ഗ്രന്ഥമാണ്. അപ്പൊ ഞാൻ ഇന്ന് വളരെ കുറച്ച് താഴെത്തട്ടിലേക്ക് ഇറങ്ങി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, ഞാൻ അവസാനിപ്പിക്കാൻ എന്റെ സുഹൃത്തുക്കൾ, ഈ ഖുർആനിന്റെ പ്രചരണത്തിനും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിനും വേണ്ടി നമുക്ക് കഴിയുന്നത്ര പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.